ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ആരാണ് നായകൻ? ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ്റെ ഡേറ്റ് കൺഫേം ആണോ? കൺഫേം ആണ്. എങ്കിൽ കഥ പിന്നെ കേൾക്കാം. എൻ്റെ ഡേറ്റ് ഓക്കെ. എല്ലാ പരിപാടിക്കും എന്നെ ലാസ്റ്റ് വിളിക്കും. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും ഇയാളോ എന്നിട്ടെന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നു. എല്ലാം ഇവിടെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത് ഞാനായിരിക്കും. കാരണം എനിക്ക് ശരിക്കും കുഴപ്പമില്ല. സിനിമയിൽ അഭിനയിക്കുന്ന പറയുമെങ്കിലും സ്റ്റേജിൽ അത്ര ഓക്കെ ആയിട്ടുള്ള ആളല്ല. ഏതായാലും ഇപ്പോൾ ഇങ്ങനൊരു വേദിയിൽ ഈ നാളെ റിലീസാകാൻ പോകുന്ന സിനിമയുടെ തലേ ദിവസം ഈ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ഒരിക്കലും പിടിക്കില്ല. ഞാൻ പറയും നടക്കില്ല, ഞാൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ ഞാൻ വഴക്കൊക്കെ ഇടവരിക്കും. പക്ഷേ ഇത് അജിത് വിനായക പ്രൊഡക്ഷൻസിലെ ആക്ച്വലി ആദ്യമായിട്ട് എനിക്ക് ഒരു പോപ്പുലർ ബ്രാൻഡ് എന്നെ ലീഡാക്കിക്കൊണ്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ തീർച്ചയായും എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ വരെ വന്നത്. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്വാർത്ഥത പറയാം, ഹീറോയുടെ ഷോൾഡറിലാണ് ഏറ്റവും കൂടുതൽ ഭാരം. അതുകൊണ്ടാണല്ലോ അയാൾ ഹീറോ. ഞാനും കുറച്ച് പടങ്ങളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ഷറഫുദ്ദീൻ ഷോൾഡർ ചെയ്യുന്നു. ഒരുപാട് പ്രാവശ്യം അവർ സിറ്റിംഗ്, അവർ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ബിബിൻ ആയിരുന്നിരുന്നാലും ജയവിഷ്ണു ആയിരുന്നാലും ഷറഫിൻ്റെ ഫ്രണ്ട്സാണ്. അവർ ഫ്രണ്ട്സായിട്ട് പോലും ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ വിഷ്ണു അരവിന്ദുമായിട്ടിരുന്ന് ഒരുപാട് റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഞാൻ ഷൂട്ടിംഗ് ഏരിയയിൽ ചെല്ലുന്നത്. എൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷനൊന്നും ഈ ചിത്രത്തിലില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ വെൽ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടുവരുന്ന കുറച്ച് കോമഡികളുണ്ട്. ഇപ്പം തന്നെ വാഴ 2 സൂപ്പർ ഹിറ്റാണ്. അതേപോലെ തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിലെ എൻ്റെ പെർഫോമൻസിന് എനിക്ക് കിട്ടിയ ആ റെക്കഗ്നേഷന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ജഗദീഷ്, ഞാനൊരു കാര്യം ചോദിക്കുന്ന വേറൊന്നുമല്ല. നമ്മൾ ഒരുപാട് കോമഡി ഇതുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് വളരെയേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ വന്നിട്ടുള്ള സിനിമകളിൽ കാണുന്ന തരം കോമഡിയിൽ നിന്ന് ഈ മധുവിധു എന്താണ് വ്യത്യസ്തമായി മാറുന്നത്? ഓക്കെ, നല്ല ചോദ്യം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മധുവിധു സാധാരണ കോമഡി ചിത്രങ്ങളിൽ നിന്നും എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ഡിഫറൻ്റ് ആണ് എന്നാണ് സായി ചോദിക്കുന്നത്. ഞാൻ വ്യക്തമായ ഉത്തരം തരാം. ഒന്ന്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈനല്ല മധുവിധുവിനുള്ളത്. ട്രെയിലർ കണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ആ രീതിയിലല്ല കഥ മൂവ് ചെയ്യുന്നത്. ഇത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒന്ന്. രണ്ട്, ഫാമിലി അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സിനിമ റിവ്യൂവേഴ്സ് പലപ്പോഴും യൂട്യൂബേഴ്സും കാര്യങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഫീൽ ഗുഡിനെ ഇപ്പൊ ചെറുതായി കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത് ഫീൽ ഗുഡ് ഒതുക്കി നിർത്തണ്ട, ഇത് ഫാം കോം ആണ്, ഫാമിലി കോമഡി. ഓക്കെ, അതാണ് ഡിഫറൻസ്. അടുത്ത ചോദ്യം. ഇല്ല, അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ കഥാപാത്രങ്ങളെ ഒരു രീതിയിൽ നിന്ന് അടുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അതിൽ എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ടോ? അതിപ്പോ ഒരു അല്ലാത്ത രീതിയിൽ നിന്ന് പോകുന്നത് അല്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ആദ്യ മധ്യാന്തമുണ്ട്. അതോടൊപ്പം മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് സായിയുടെ കണ്ണ് വെച്ചൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുമ്മാ അല്ല അസീസ് പേടിച്ചത്. അപ്പോൾ മാർക്കോസിന്റെ ആ പവർ ഇത് സായികുമാർ മാത്രം ചെയ്യേണ്ട വേഷമാണ് എന്ന് നമുക്ക് തോന്നും. ഷറഫുദ്ദീന്റെ വേഷം കണ്ടാൽ ഷറഫുദ്ദീനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് തോന്നും. കല്യാണിയുടെ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കൊള്ളാമല്ലോ, മലയാള സിനിമയ്ക്ക് ഒരു നല്ല നായികയെ കിട്ടിയിട്ടുണ്ടല്ലോ. ജഗദീഷിന്റെ എന്താ പറയാ, നല്ല വാക്കുകൾക്ക്, സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. പിന്നെ എനിക്ക് ഇവരോടൊക്കെ എന്താ ചോദിക്കുക, എന്നേക്കാളും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടു വളർന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകം ചോദിക്കാനൊന്നുമില്ല ജഗദീഷിന്റെ, വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല, ഈ സിനിമയെ കുറിച്ചുള്ള ബിന്ദുവിന്റെ പ്രതീക്ഷകൾ എന്താണ്? എനിക്ക് ഇത് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങളുടെ മോള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. പിന്നെ എല്ലാവരും അതൊന്ന് കാണുക പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഒരു അച്ഛനമ്മ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അച്ഛൻ്റെ കൂടെയാണല്ലോ അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കൂടെ കുറച്ച് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. സായിച്ചനാണ് ഈ കഥാപാത്രം, ഞാൻ ഇന്നായി കഴിഞ്ഞിട്ടാണ് സായിച്ചനാണ് ഈ കഥാപാത്രം ചെയ്യുന്നതെന്ന് അറിയുന്നത്. അപ്പം പേടിയുണ്ടായിരുന്നു, അയ്യോ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും, ടിക്ടോക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും. പക്ഷേ
എനിക്ക് തോന്നുന്നു ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചതാണ്. സായിച്ചിൻ്റെ കൂടെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര നാച്ചുറലൈസ് ചെയ്ത സീൻസ്. എനിക്കറിയില്ല വീട്ടിലുള്ള പോലെ. ബട്ട് താങ്ക് യു സോ മച്ച് സായിച്ച. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് സായിച്ചിൻ്റെ മോളായിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര വലിയ പേടി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. ഓക്കെ, അത്രേ പേടി ഉള്ളൂ. കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഈ ഒരു സിനിമയിൽ നിന്ന് കല്യാണിയുടെ ഒരു ടേക്ക് അവേ എന്തായിരിക്കും? ഒന്നും പറയാൻ കിട്ടുന്നില്ല. കുറച്ച് ദിവസം മുമ്പായിരുന്നപ്പോൾ എനിക്ക് പിന്നെ എന്തൊക്കെയോ എൻ്റെ വായിന്ന് വരുന്നുണ്ടായിരുന്നു സംസാരിക്കാൻ. പക്ഷെ ഇപ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്ങിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഷുവറാണ്. എനിക്കൊന്നാമത് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോണറാണ് ഈ ഒരു ഫാമിലി എൻ്റർടൈനർ. അപ്പോൾ ഒരുപാട് നാളായില്ല ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ട്. എല്ലാവരും പോയി കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ചെയ്യാതെ വിടുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം ചെയ്യാനുള്ള പ്രധാന കാരണം. പിന്നെ തീർച്ചയായിട്ടും ഷറഫിൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഷറഫുദ്ദീൻ. അത് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. മറ്റേ ആ കുതിരയൊക്കെ വന്നിട്ട് ആ സ്നാക്സ് ഒക്കെ പറയുന്നത് സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്. അന്ന് ഇയാളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ്. അതനുസരിച്ച് തന്നെ ജഗദീശ് നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡർ ചെയ്യാൻ മിടുക്കനായ ഒരു കലാകാരൻ തന്നെയാണ്. നമുക്കൊരു നല്ലൊരു കലാകാരനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ഷറഫിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ മോക്കും കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേരിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ജഗദീഷ് ഞാനും ഏതാണ്ട് 1 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഇൻഡസ്ട്രി വന്നിട്ട്, അത്രയേ ഉള്ളൂ. ജഗദീഷ് 40 വർഷമായിട്ടുണ്ടാവും, ഞാനൊരു 39 വർഷത്തോളമായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ അവൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതൊരു എന്താ പറയുക, അതിന് ആ ഒരു സന്തോഷമാണോ, അത് എന്താണ് അതിൻ്റെ ആ വികാരത്തിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ അത് ദൂരെ നിന്ന് നോക്കി കാണപ്പെടും. നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷവും. ഇതൊക്കെയാണ് മാർക്കോസിനെ ചെയ്യാനുള്ള കാരണം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ സായി കുമാറിനും ഷറഫുദ്ദീനും വേണ്ടി ഞാൻ 4 വരി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തെങ്കിലും കാരണം പറഞ്ഞ് എനിക്ക് 4 വരി പാടണം, അതേ ഉള്ളൂ. അപ്പൊ 4 വരി. രാത് അന്ധേരി दूर किनारा तेरे सिवा अब कौन सहारा, चंचल लहरें गहरा भंवर है, चंचल लहरें गहरा भंवर है, कश्ती न डूबे मन में ये डर है, नैया पार लगाना ओ साथी, प्रीति की रीत निभाना, और राही रे राही रे, चाहे पड़े मिट जाना ओ साथी, प्रीत की रीत निभाना. താങ്ക് യു. എനിക്ക് ഷറഫുദ്ദീനെ ക്ഷണിക്കണം എന്നുണ്ട്, പക്ഷേ ആങ്കേഴ്സിന് വിഷമാവും. അവര് ഇതിൽ ഹീറോയെ കാര്യമായിട്ട് വിളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഹേമന്ത് വിസ്മയം റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആ ജോലി ഞാൻ ഏറ്റെടുക്കുന്നില്ല.